വടകര മാടാക്കര പള്ളിയിലുണ്ടായ ദൃശ്യമാണിത്. ഒരു ഉസ്താദിനെ ചൊല്ലി ഉസ്താദിനെ അനുകൂലിക്കുന്നവരും ഉസ്താദിനെ പ്രതികൂലിക്കുന്നവരും തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നു. പള്ളിയിൽ പിന്നീട് പോലീസ് കയറുന്നു, പോലീസ് ലാത്തിചാർജ് നടത്തുന്നു. ഈ സംഘർഷത്തിന് ഉത്തരവാദി യഥാർത്ഥത്തിൽ ആരാണ്? ആസൂത്രിതമായി പള്ളിയിൽ പ്രശ്നമുണ്ടാക്കാൻ നേതൃത്വം നൽകിയവരല്ലേ? അള്ളാഹുവിൻ്റെ ഭവനത്തെ ഇത്ര നിന്ദ്യമായ രീതിയിൽ സംഘർഷ കേന്ദ്രമാക്കി മാറ്റിയത് വേദനയോടുകൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര ഗൗരവതരമായ വിഷയമാണിത്. ഈ അക്രമം നടത്തിയ ക്രിമിനലുകൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാവട്ടെ, ഏത് മതസംഘടനയാവട്ടെ, ഏത് മൗലവിയാവട്ടെ, അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സമുദായ നേതൃത്വം തയ്യാറാവേണ്ടതുണ്ട്. ഉമർ ഫൈസിയെ വഖഫ് ബോർഡിലെ RSS പ്രാതിനിധ്യത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ പുറത്താക്കണമെന്ന് ഫത്വ ഇറക്കാനും പ്രമേയം പാസാക്കാനും മുസ്ലിം സംഘടനകൾക്ക് ആവേശം കൂടുതലാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഭവനത്തെ നിന്ദിച്ച, അവിടെ അക്രമപ്രവർത്തനം നടത്തിയ, വേദനാജനകമായ ഈ സീനുണ്ടാക്കിയ ഈ അക്രമികളെ എവിടെ നിന്ന് പുറത്താക്കുക? ആരാണ് പുറത്താക്കാൻ ആഹ്വാനം നടത്തുക? ഏത് മുസ്ലിം സംഘടനയാണ് പ്രമേയം പാസാക്കുക? ഗൗരവതരമായ ഈ വിഷയം പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. നമുക്കൊരുമിച്ച് ചോദിക്കണം ഈ ചോദ്യം. ഈ അക്രമപ്രവർത്തനത്തിന് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ, അധികാര തർക്കത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ നിന്ദിക്കുന്ന ഇത്തരം ചെയ്തികൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. അധികാരം, പ്രമാണിത്വം, സ്വാധീനം എന്നിവയൊക്കെ അള്ളാഹുവിൻ്റെ ഭവനം പിടിച്ചെടുക്കാനുള്ള മാനദണ്ഡമായി മാറരുത്. അള്ളാഹുവിൻ്റെ ഭവനത്തെ കൈകാര്യം ചെയ്യേണ്ടത് അത് തഖ്വയുള്ളവരാണ്, സമുദായ സ്നേഹമുള്ളവരാണ്, ദീനീ സേവനം ചെയ്യുന്നവരാണ്. അതല്ലാതെ ക്രിമിനലുകളല്ല, അധികാരമോഹികളല്ല, രാഷ്ട്രീയക്കാരല്ല അള്ളാഹുവിൻ്റെ ഭവനത്തെ കൈകാര്യം ചെയ്യേണ്ടത്. ഇത്തരം സംഗതികൾ, പള്ളികളുടെ പരിപാലനവും അതിൻ്റെ കമ്മിറ്റിയുമൊക്കെ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്ത് വഷളാക്കുന്നതിലൂടെയാണ് പള്ളിക്കകത്ത് സംഘർഷമുണ്ടാകുന്നത്. വളരെ നിന്ദ്യമായ രീതിയിൽ പോലീസ് അവിടെ കയറി ഇടപെടുന്നതും അതുകൊണ്ടാണ്. പോലീസിൻ്റെ ഈ ചെയ്തിയെ യാദൃശികമായി നമുക്ക് കാണാൻ കഴിയില്ല. വേർഷിപ്പുള്ള സ്ഥലങ്ങൾ, ആരാധനാ ഇടങ്ങളിൽ ആദരവോടുകൂടെ, അർഹിക്കുന്ന ആദരവോടുകൂടെ മാത്രമേ ഏതൊരാളും, അത് സിവിൽ സർവൻ്റ് ആവട്ടെ, പോലീസ് ആവട്ടെ, ആരും ആദരവോടുകൂടെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ, പ്രവേശിക്കാൻ പാടുള്ളൂ. പക്ഷേ സകല ആദരവും ലംഘിച്ചാണ് മാടാക്കര പള്ളിയിൽ പോലീസ് പ്രവേശിച്ചിട്ടുള്ളത്. അതിനേക്കാൾ നിന്ദ്യമായ രീതിയിലാണ് അവിടെ അക്രമത്തിന് ആഹ്വാനം നടത്തിയിട്ടുള്ളത്. അത് ഒരു മൗലവിയുടെ പേരിലാവട്ടെ, ഒരു കമ്മിറ്റിയുടെ പേരിലാവട്ടെ, ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലാവട്ടെ, വളരെ ഗുരുതരമായ പ്രശ്നമാണത്. ഇത് സമുദായം മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. ഇത്തരം നിഷ്ഠൂരമായ പ്രവർത്തനം നടത്തുന്ന, തെമ്മാടിത്തരം കാണിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനും നമ്മുടെ പള്ളികളെ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്ന ഉത്തമമായ ഭവനങ്ങളാക്കി മാറ്റാൻ ജാഗ്രതയോടുകൂടി സമുദായം കാവലിരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്.